ഹായ് അമീസ്, വെൽക്കം ടു ദ തേർഡ് എപ്പിസോഡ് ഓഫ് ആർ യു ഷുവർ സീസൺ 2. സെക്കൻഡ് എപ്പിസോഡിൽ അവരൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കാണിച്ചിരുന്നത്. ഇവിടെ നല്ല വൈബാന്നൊക്കെ പറഞ്ഞ് അവർ ആ സ്ട്രീറ്റിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ നേരെ റൂം പോകുന്നുണ്ട്, അവിടുത്തെ ബാൽക്കണിയിൽ പോകുന്നുണ്ട്. അവിടെ നല്ല നൈറ്റ് വ്യൂ ആയിരുന്നു. അത് കണ്ടിട്ട് കൂക്കിയുടെ ഉള്ളിലെ ഫോട്ടോഗ്രാഫർ ഉണർന്നു. ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ക്യാമറയിൽ കുറച്ചുകൂടെ ഇരുണ്ടിട്ടാണ് കാണുന്നതെന്ന് ജിമിൻഷി പറയുന്നുണ്ട്. അങ്ങനെ കുറെ നേരം സ്വിറ്റ്സർലൻഡിനെ പൊക്കി പറഞ്ഞ് റൂമിൽ പോയി. പിന്നെ നമ്മുടെ ജൂണേട്ടനെ വിളിക്കുന്നുണ്ട്. ജൂണേട്ടൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കാണാൻ പറ്റുമെന്നൊക്കെ ജിമിൻഷി ചോദിക്കുന്നുണ്ട്. ജൂണേട്ടൻ നാളെ പാരീസിലോട്ട് പോവാണ്, അപ്പൊ കാണാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കൂക്കിക്ക് വൈൻ കുടിക്കണം, ജിമിൻഷിക്കാണെങ്കിൽ പ്രാക്ടീസും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺ പേപ്പർ സീസർ കളിക്കുന്നുണ്ട്. കൂക്കി ജയിച്ചാൽ വൈൻ കുടിക്കാം, ജിമിൻഷി ജയിച്ചാൽ പ്രാക്ടീസും ചെയ്യാം. കളിച്ചു, നൈസായിട്ട് കൂക്കി അങ്ങോട്ട് തോറ്റു. ഒരു നല്ല കാര്യത്തിനായോണ്ട് കൂക്കി അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ അങ്ങനെ അവർ നമ്മുടെ ഹോപ്പേട്ടന്റെ കിലിനിറ്റികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബ്രഷ് ചെയ്തുകൊണ്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ജിമിൻഷിന്റെ റൂമിലേക്ക് പോയി കിടന്നു. കൂക്കി ആ സമയത്ത് നമ്മുടെ AI അമ്മായിനോട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുകയായിരുന്നു. തുടങ്ങിയപ്പോൾ തൊട്ട് അമ്മായി ബായ് എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂക്കിക്ക് ദേഷ്യം വന്ന് വായ തോന്നുന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അല്ല പിന്നെ പഠിക്കാനൊരു മൂഡ് വന്നപ്പം പാവം വൈ ബായ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കിടന്നുറങ്ങി. നേരം പരപരാ വെളുത്തു. സ്റ്റാഫ് ആദ്യം തന്നെ പോയി ജിമിൻഷിനെ വിളിച്ചു, പിന്നെ കൂക്കി ആദ്യം തന്നെ ചോദിക്കുന്നത് ഇന്ന് നമ്മൾ പാരാഗ്ലൈഡിങ്ങിന് പോകുന്നുണ്ടോന്നാണ്. രാത്രി മുഴുവനും ഇതും ആലോചിച്ചുകൊണ്ട് കിടക്കരുന്നാവോ. പിന്നെ രണ്ടാൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ജിമിൻഷി ആദ്യം തന്നെ പാല് മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കൂക്കി കഴിക്കുന്ന കണ്ടപ്പോൾ ജിമിൻഷിയും കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ഏതോ ഒരു മലേന്റെ മണ്ടയ്ക്കാണ് പോണത്. സ്വിറ്റ്സർലാൻഡിലെ ഏതോ ഐക്കോണിക് മലയാണ്. സൺസെറ്റിന്റെ സമയത്ത് ഈ മല മൊത്തം ഓറഞ്ച് കളറായി മാറുന്നൊക്കെ ജിമിൻഷി കൂക്കിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ സൈക്കിളും എടുത്തിട്ട് ഹിൽ ടോപ്പിക്ക് പോയി. അവിടുന്ന് വീണ്ടും കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ജിമിൻഷിന്റെ ഐക്കോണിക് സാധനം വെച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വെരി സ്പെഷ്യൽ ഫോട്ടോ എന്ന് പറഞ്ഞ് കൂക്കിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നത്തിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കൂക്കിന്റെ ഇൻസ്റ്റന്റ് തളരരുത് ജിമിൻഷി, തളരരുത്. അവിടുന്ന് പിന്നെ നേരെ റൂമിലോട്ട് വന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ജിമിൻഷി കൂക്കിന്റെ റൂമിലോട്ട് വന്ന് ടോം ജെറിനെ തിരയണ പോലെ ബ്ലാങ്കറ്റിന്റെ അടിയിലും ബാൽക്കണിയിലും ഒക്കെ തപ്പുന്നുണ്ട്. ഇവനത് എങ്ങോട്ട് പോയി, മാഞ്ഞു പോയോ? ഈ കള്ളക്കുരുട്ട് റൂമിൽ എന്നെ കണ്ടുപിടിയെന്നും പറഞ്ഞ ഒരു ക്യാമറയും തൂക്കി ഒരു മൂലക്കൽ ഇരിക്കണ്ടായിരുന്നു. ചെറുതിന്റെ ഓരോ തമാശകളെ. അങ്ങനെ അവർ നെക്സ്റ്റ് ഡേ ആക്ടിവിറ്റിക്ക് പോവാണ്. ട്രെയിനിൽ കയറിയപ്പോ തന്നെ ജിമിൻഷി ഉറങ്ങി. കൂക്കിയാണെങ്കിൽ അവിടുത്തെ പച്ചിലനോടും പശുവിനോടും വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ലീപ്പിംഗ് ബ്യൂട്ടി ജിമിൻഷിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഡെസ്റ്റിനേഷനിലോട്ട് എത്തി. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. വീണ്ടും കൂക്കിന്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫർക്ക് ഉണരാൻ സമയമായി. പോണ വഴിക്ക് കണ്ടതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ട രണ്ടുപോരെ അമ്മ പെറ്റ അളിയന്മാരെ പോലെ. അങ്ങനെ പോയി പാരാഗ്ലൈഡിങ്ങിന്റെ സ്ഥലത്തെത്തി. ജിമിൻഷിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന് ആ സാധനം അടുത്തുകൂടി പോയിട്ടില്ല. ജിമിൻഷിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. കാലൊക്കെ വിറയ്ക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. ഹേയ്, ഒറിജിനലാ. അതിന്റെ ഇടയ്ക്ക് കൂക്കിനോട് പറയുന്നുണ്ട്, എനിക്ക് എന്നെയും വിശ്വാസമല്ല, നിന്നെ തീരെ വിശ്വാസമല്ല. ആദ്യം കൂക്കി പറഞ്ഞു, പിന്നാലെ ജിമിൻഷിയും പറഞ്ഞു. തുടക്കത്തിൽ ഉണ്ടായിരുന്ന പേടിയൊന്നും ജിമിൻഷിക്ക് ഉണ്ടായിരുന്നില്ല. വൺ മോർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം പാരാഗ്ലൈഡ് ചെയ്തതിന് ശേഷം രണ്ടാളും താഴെ ലാൻഡ് ചെയ്തു. ഒന്നുകൂടെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. കുക്കിക്കാണെങ്കിൽ പാരാഗ്ലൈഡിങ്ങിൽ ലൈസൻസ് എടുക്കണം, എന്നിട്ട് ഒറ്റയ്ക്ക് പറക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാളും റൂമിലെത്തി. വാവ്, നൈസ് ട്രാൻസിഷൻ. പിന്നെ ഫ്രഷ് ആയി ഫുഡ് കഴിച്ചു. കൂക്കി ഒരു സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിച്ച് രണ്ടിന്റെ അണ്ടകടാഹം വരെ എരിഞ്ഞ്. ജിമിൻഷിയാണെങ്കിൽ മൊത്തത്തിൽ ടിഷ്യൂ വെച്ച് ടിഷ്യൂമാനായി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ജിമിൻഷി പറയുന്നുണ്ട്, ഞാൻ എന്റെ വാക്ക് തെറ്റിച്ചു. ഇന്ന് ഞാൻ കുറെ ഫുഡ് കഴിച്ചു, നാളെ കുറച്ചേ കഴിക്കുള്ളൂ. ഇത് സത്യവും അസത്യവും. പിന്നെ കാണിക്കുന്നത് അവരൊരു സ്ഥലത്തോട്ട് പോണതാണ്. എങ്ങോട്ടാന്ന് വെച്ചാ തലേന്ന് രാത്രി അവര് റൂമിക്ക് പോകുമ്പോൾ ഈ സ്ട്രീറ്റിലിരുന്ന് രണ്ടുപേര് കാർഡ്സ് ഒക്കെ കളിക്കുന്നത് ജിമിൻഷി കണ്ടിട്ടുണ്ടായിരുന്നു. കൊറിയയിൽ ഏതായാലും അങ്ങനെ ഒന്നും ഇരുന്ന് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അതിനാണ് ഇപ്പൊ പോണത്. ജിമിൻഷി വിസ്കിയും കൂക്കി ബിയറും കുടിച്ചു. അവിടുന്ന് ഒരു ആർമി ഗേളിനെ കാണുന്നുണ്ട്. കൂക്കി അവളെ നോക്കി കൈയും കാലും തലയെക്കാട്ടി കളിക്കുന്നുണ്ട്. നേരെ ഇരുട്ടി തുടങ്ങി അവർ ഓരോ കഥയും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടായ മുറിവുകളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. കൂക്കി ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ഇളക്കി ക്ഷീണിച്ചപ്പം അറിയാണ്ട് അതുമല്ലെന്ന് ചാരിപ്പോയി. അപ്പൊ കയ്യിലൊരു മുറിവുണ്ടായെന്നൊക്കെ കൂക്കി പറയുന്നുണ്ട്. എന്നിട്ട് ജിമിൻഷിക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൂക്കി ട്രെയിൻ ചെയ്യാൻ സമയത്ത് കൊറിയൻ അല്ലാത്തൊരു പെൺകുട്ടിനോട് തോന്നിയ ഒരു ഇഷ്ടത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് 8ാം ക്ലാസ് പഠിക്കുമ്പം അന്ന് ട്രെയിനർ പോയി പറയുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അന്ന് കൂക്കി ഒരു ഷൈ ടൈപ്പ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇന്നാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പോയി ഇഷ്ടമാണ് എന്ന് പറയുന്നു കൂക്കി പറയുന്നുണ്ട്. എന്താലേ, അന്തകാലത്തുള്ള ഒരു നഷ്ടപ്രണയം ഇന്നും കൂക്കിന്റെ മനസ്സിലുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറയുന്നുണ്ട്. ജിമിൻഷിയാണ് പേ ചെയ്തത്. പിന്നെ റൂമിൽ വന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അലാറം അങ്ങനെ അടിക്കുന്നുണ്ട്. രണ്ടാൾ എണീക്കുന്നില്ല. പിന്നെ കുറെ കഴിഞ്ഞ് രണ്ടാൾ എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് അടുത്ത ആക്ടിവിറ്റിക്ക് പോകുന്നുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി രണ്ടാളും സ്നോ ബോർഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. തേർഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.